ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് ടെവീന. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു കുറച്ച് ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അതിങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും 2026 സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ ഇന്ന് തന്നെ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു, അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും അതില് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വർക്ക് ചെയ്യായിരുന്നു, ഒരു ലെക്ചറായിട്ട് കോളേജില്, പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഫുൾ ടൈം വർക്കാണ്. അത് ഒരു ഡിസ്റ്റൻസിന്റെ കോളേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നോർമൽ കോളേജിന്റെ ഹവേഴ്സിനെക്കാട്ടിലും നമുക്ക് വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെന്നല്ലാതെ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ 2025 ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2025 എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സക്സസ് ആക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്ന്. അപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ എനിക്ക് അതിലും വല്ലാണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ യൂട്യൂബിൽ ഞാൻ അത്ര വലിയ ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പൊ എന്റെ 2025 എന്ന് പറയുന്നത് കുറെ കാര്യങ്ങള് ലൈഫിൽ നിന്ന് എടുത്ത് കളയണം, അതുപോലെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്ന് കുറച്ച് തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങള് നമ്മുടെ ചാനലിന്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലെ പേജ്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണണം. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ലൈഫിൽ നിന്ന് കാര്യങ്ങൾ എടുത്ത് കളയണം, മോശമായിട്ടുള്ള, അതായത് മോശം എന്നല്ല, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന്. എനിക്ക് തോന്നുന്നു ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അതായത് 2025 ഞാൻ ഒരു കാര്യവും വല്ലാണ്ട് അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് പറയാം. അതായത് ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിന് വല്ലാണ്ട് പ്രയത്നം കൊടുക്കാതെ, അതായത് കുറച്ച് ഹാർഡ് വർക്ക് കൊടുക്കാതെ ആഗ്രഹം മാത്രം കൊണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അത് അത്ര സക്സസ് ആയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇതില് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിപ്പോ എല്ലാറ്റിനും നമ്മളൊരു കാരണം കണ്ടെത്തുക അല്ല, എന്നാലും പറയാം. ഇപ്പൊ ബേബി ആയതിനു ശേഷം ഒരുപാട് കാര്യങ്ങള് കറക്റ്റ് ടൈം ഷെഡ്യൂൾ വെച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒരു കാര്യത്തിനും കറക്റ്റ് ടൈമിങ് കീപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ടൈം കീപ്പ് ചെയ്യണമെന്നൊക്കെ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റീസണും. ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് അറിയായിരുന്നു. പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പക്ഷെ എന്താ പറയാ, നമ്മുടെ ഈ 2026 ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ അത് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യണം. ഡെയിലി വീഡിയോസ് ഇല്ലെങ്കിലും ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഒരു തടസ്സം ഈ പറഞ്ഞ പോലെ ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, രുദ്രയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം ഫോൺ തന്നെയാണ്. ഫോൺ ഒരു മുഖ്യ ഘടകമാണല്ലോ. അപ്പൊ ഫോണിന്റെ ഒരു പ്രസൻസ്, ഫോൺ ഉണ്ടെങ്കിൽ കൂടെ സ്റ്റോറേജ് ഫുൾ ആവുക, അത് ലാപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ലാപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം അത് രണ്ടാമത്തെ റീസൺ ആണ് ഫോണിന്റെ. മെയിൻലി റീസൺ പറയുകയാണെങ്കിൽ കുറെ റീസൺസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അതിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ കാരണം, ഞാൻ ഇൻസ്റ്റഗ്രാമില് എപ്പോഴും പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ അതിന്റെ ഒരു പാർട്ടെങ്കിലും, അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന
ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട്. റീച്ച് ആവെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കമന്റ്സ് വന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടി. അതായത് ഒരുപാട് കമന്റ്സ്, ഒരുപാട് ബ്ലെസ്സിങ് കിട്ടി. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തന്നെയാണ്. 1-2 നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവിടെ നിന്നാണ് എനിക്ക് എന്തുകൊണ്ട് എനിക്ക് യൂട്യൂബിലും കൂടി ഇത് പോസ്റ്റ് ചെയ്തുകൂടാന്നൊരു തോന്നലുണ്ടായത്. അപ്പൊ ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ ഇൻസ്റ്റയുടെ അത്ര വ്യൂവേഴ്സ് ഇല്ലെങ്കിലും യൂട്യൂബിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്ര ക്ലിയർ ഉള്ള ഫോണോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വീഡിയോസോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് യൂട്യൂബിൽ അതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമോന്നൊക്കെ. ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്രയും ക്ലാരിറ്റി കുറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ. പക്ഷെ എന്നാലും ഇങ്ങനെ എന്റെ ഫോളോവേഴ്സ് ചോദിച്ചത് കാരണം ഞാൻ അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ അത് അത്ര വലിയ ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അതിന്റെ ഒരു കംപ്ലീറ്റ് അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതില് ഹെയർ റിമൂവ് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു ക്ലിപ്പ് മിസ്സായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് രുദ്രയുടെ ഹെയർ റിമൂവ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോണിലായിരുന്നു അവൾക്ക് കാർട്ടൂൺസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവളുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേറെ ആരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, റൂമിലാ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അച്ഛൻ പോയിട്ട് ഫോൺ എടുത്തിട്ട് വന്നത്. അപ്പോഴേക്കിനും ഏകദേശമൊക്കെ അവളുടെ കഴിഞ്ഞു. പിന്നെ ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ അത് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായിരുന്നു. 3rd ഓപ്ഷൻ ആയിരുന്നു എന്റെ. അപ്പൊ എന്റേതായപ്പോഴേക്കും പ്രസാദേട്ടന് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അപ്പൊ പ്രസാദേട്ടന്റെ മടിയിൽ വെച്ചിട്ടാണ് രുദ്രന്റെ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം പ്രസാദേട്ടന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ക്ലിപ്പ് ഒഴികെ ബാക്കി എല്ലാതും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കമന്റ്സ് ഒക്കെ ഉണ്ട്. യൂട്യൂബിലും കമന്റ്സ് ഞാൻ കണ്ടു. അതില് കംപ്ലീറ്റ് ഇല്ല, ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യോ. ആക്ച്വലി ഇനി എന്റെ കയ്യിൽ വീഡിയോസ് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അതില് വേറെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മള് അങ്ങനത്തെ ഒരു എന്താ പറയാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുപോകും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സാധാരണ ഒരു ടീനേജിലുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. പ്രസാദേട്ടനൊക്കെ കുട്ടിയെ പിടിക്കണം അല്ലെങ്കിൽ എന്റെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്രേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം. ആ ഒരു വീഡിയോസിൽ കുറെ പേര് അറിയാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു എനർജി കിട്ടി. എന്തുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോസ് ഇട്ടുകൂടാ. അപ്പോ വീഡിയോസ് അല്ല, ഷോർട്സ്. വീഡിയോസ് ഉണ്ടെങ്കിൽ കുറച്ച് പണിയാണല്ലോ. അപ്പോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡെയിലി ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് ലാഗ് വരുന്നത്. അത് വോയിസ് ഓവർ കൊടുക്കേണ്ടതും അല്ലെങ്കിൽ വീഡിയോ എടുക്കാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2000 എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുന്നേ ആഗ്രഹിച്ചതാണ്. എന്നിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കയറി തൊട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പൊ എങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും ഇനിയുള്ള അതായത് ഈ 2026 എനിക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഒന്ന് എന്താ പറയാ എല്ലാവരിലേക്കും കുറച്ച് അതായത് ഒരു കണക്ഷൻ ഉണ്ടാക്കണം. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണം. ഇതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും 2025 സാധിക്കാത്തത് ഞാൻ 2026 എന്തായാലും അച്ചീവ് ചെയ്യുന്നൊരു ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ 2025 ഇങ്ങനെയൊക്കെയായിരുന്നു. ഹെയർ ഒക്കെ റിമൂവ് ചെയ്തു. അതായത് ഒരു ന്യൂ ലുക്കൊക്കെയാണ്. ഞാൻ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഹെയർ കുറച്ച് അത്യാവശ്യം ഹെയർ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. ഇങ്ങനെ ക്യാപ്പൊക്കെ ഇട്ടിരിക്കുമ്പോ ഒരു ഇതുണ്ട്. എന്തായാലും അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ക്രീൻ പ്രസന്റേഷനിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡന്റ് ഇല്ല. അത് കാരണമാണ് ക്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ 2025 ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം 2026 എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ സക്സസ് ആവണം എന്ന ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി എനിക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ലേറ്റ് ആയിട്ടാണെങ്കിലും നടന്നിട്ടൊക്കെ ഉണ്ട്. സത്യമാണത്. ഒരുപാട് ലേറ്റ് ആക്കും.
എന്നാലും നടന്നിട്ടുണ്ട്. ഇനി ലേറ്റ് ആവുന്നത് എന്റെ ലാഗിങ് കൊണ്ടാണോ, അതായത് ഞാൻ കുറച്ച് ലാഗ് ചെയ്തിട്ടാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആവുമെന്ന് എനിക്കറിയാം. ചെറിയ ചില കാരണങ്ങൾ മാത്രം മതി എനിക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്നെ തളർത്തുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എന്തായാലും എനിക്ക് 2026 കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പൊ ആ വിഷൻ ബോർഡിൽ എല്ലാ കാര്യങ്ങളും അതിന് ഞാൻ കുറെ റെഫറൻസ് ഒക്കെ എടുത്തു. അതിൽ കൂടുതൽ പേളി ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ എനിക്ക് ആ ലോങ് വീഡിയോ ഇരുന്ന് കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ ചെയ്യാം കറക്റ്റ് ആള് പറയുന്നുണ്ട്, എങ്ങനെയാണിത് സക്സസ് ആവുക. എന്റെ അറിവില് നമ്മള് കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പേളി ചേച്ചി എന്ന് പറയണത് കുറച്ച് സക്സസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ആളുടെ ഒരു വിഷൻ ബോർഡിനെ റെഫറൻസ് ആയിട്ട് എടുക്കാന്ന്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് റൂമിൽ തന്നെ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ രുദ്ര ഉണ്ടായതിനു ശേഷം ഒരുപാട് ഒന്നുമില്ലെങ്കിൽ ഒരു ഭാഗത്ത് കുറെ തുണി വലിച്ചിടും, അല്ലെങ്കിൽ കുറെ ടോയ്സ് ഇപ്പുറത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വണ്ടി ഉണ്ടായിരിക്കും. അത് ഒന്നിനും ഒരു അച്ചടക്കവും ഒതുക്കവും ഇല്ല. ആദ്യം കുറച്ച് കുറവാണ്, ഇപ്പൊ ഒട്ടുമില്ല എന്നാണ് അമ്മയൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് ശരി തന്നെയാണ്, അല്ലാന്ന് പറയാൻ ഒന്നുമില്ല. കാരണം ഈ ഒരു റൂമിൽ എങ്ങനെ സെറ്റ് ചെയ്യും വിഷൻ ബോർഡിന് ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും ആഗ്രഹങ്ങളല്ലേ, അപ്പോ നമുക്കൊരു വിഷൻ ബോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് തെർമോക്കോളാണ്. തെർമോക്കോൾ ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, രുദ്രയുടെ 8th മന്തിന്റെ. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഇങ്ങനെ തെർമോക്കോൾ വെച്ചിട്ട് 8 വെച്ചിട്ട് അതിൽ ഞാൻ പേപ്പർ ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 തെർമോക്കോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഞാനൊരു നോട്ടീസ് ബോർഡ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. നമ്മൾ ഈ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിൽ ഒരു തെർമോക്കോള് ബാലൻസ് ഉണ്ട്, അതാണ് ഇത് കേട്ടോ. ഇത് അത്യാവശ്യം വെളുപ്പൊക്കെ ഉണ്ട്, വെളുപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എനിക്കിത് മുഴുവനും എടുക്കാൻ ആഗ്രഹമുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ, ആ ബോർഡ് ഏകദേശം ഇത്ര വലുപ്പം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അന്ന് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വീഡിയോ ചെയ്യായിരുന്നു. പഴയ ഒരു അലമാറയുടെ ഡോറായിരുന്നു അത്. ആ ഡോറ് ഒരു ഗ്രീൻ കളർ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് അതാണ് ഞാൻ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ ചാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിവേ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഈ ഒരു തെർമോക്കോളിന്റെ പകുതി എടുക്കാന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കംപ്ലീറ്റ് ഒന്നും വേണ്ട, ചെറുതായിട്ട് എന്തായാലും ഡെയിലി ഇതൊന്ന് കാണുന്ന സ്ഥലത്ത് ബെഡ്റൂമിൽ തന്നെ വെക്കാന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു തെർമോക്കോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാന്ന് വിചാരിക്കുന്നു. ബെഡ്റൂമിൽ തന്നെ വെക്കാം. അതായത് നമ്മുടെ ഒരു കാര്യങ്ങള് ചിലർക്ക് ഇതൊക്കെ വട്ടായിട്ട് തോന്നും, ചിലർക്ക് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പക്ഷെ ഞാൻ പറയുന്നു ഇത് സക്സസ് ആവുമെന്ന്. എനിക്ക് തോന്നുന്നു സക്സസ് ആവണല്ലോ, അല്ലാണ്ട് ഇങ്ങോട്ട് പോകാനാണ്. 1 വർഷം കളയാൻ പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും വിഷൻ ബോർഡ് എന്ന് പറയുമ്പോ എന്താണ്, നമുക്ക് ആ വിഷൻ അതിങ്ങനെ കാണുമ്പോ നമ്മുടെ മൈൻഡിലേക്ക് കയറണം. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ ഞാൻ തെർമോക്കോൾ കാണിച്ചു. ഇനി ഞാൻ പ്രിന്റ് എടുത്ത 1-2 കാര്യങ്ങൾ കാണിക്കാം. അതായത് ഇതാണ് ഒരു പ്രിന്റ്. ആക്ച്വലി ഇത് കുറച്ച് വലിയ പ്രിന്റ് ആയിരുന്നു, കട്ട് ചെയ്തതാണ്. ഇതില് ഞാൻ ഹെൽത്ത്, ക്യാഷ്, അതുപോലെ ഒരു വീട്, പിന്നെ ഒരു കാറ് വാങ്ങിക്കുന്ന, അതുപോലെ ഫാമിലി, വെൽത്ത്, ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ഈ പ്രിന്റിലുള്ളത്. ആക്ച്വലി ഇത് കുറച്ച് വലിയ പ്രിന്റ് ആയിരുന്നു കേട്ടോ. അതിന്റെ ഒരു സൈഡ് ഫാമിലി ഫോട്ടോസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അടുത്ത പ്രിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതില് 2026 വിഷൻ ബോർഡ് ഞാൻ പ്രിന്റ് എടുത്തിട്ടാണ്
എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫോട്ടോസ് എല്ലാം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ സക്സസ് കൊടുത്തിട്ടുണ്ട്, പീസ് കൊടുത്തിട്ടുണ്ട്, പീസിന്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്, അതായത് ആ ഒരു എംബ്ലം ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഞാനും പ്രസാദിനും രുദ്രയുള്ള കുറച്ച് ഫാമിലി ഫോട്ടോസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹമുള്ള 1-2-3 കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലെന്റെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു ലൈഫിൽ, അതും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ 1-2 ഒബ്ജക്ട്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ തെർമാക്കോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വേണ്ട, നമ്മുടെ ഈ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് വലുതാണ്. ബാക്കി നമുക്ക് വേറെയും കാര്യത്തിന് യൂസ് ചെയ്യാലോ. എനിക്കങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന്. അപ്പോ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാനിത് ഇത്ര പോകുന്നൊരു പീസാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതില് എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ചാർട്ട് പേപ്പർ ഇതിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ചാർട്ട് പേപ്പർ ഇതിലൊട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. പുതിയ പശയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു പശ ഉണ്ട്, പക്ഷെ എവിടെയാന്ന് അറിയില്ല. പുതിയൊരു പശയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു വൈറ്റ് കളർ ചൂസ് ചെയ്തത്. വൈറ്റ് മറ്റുള്ളത് എന്ത് നമ്മൾ ചെയ്താലും വൈറ്റ് കളർ കുറച്ച് ബെറ്റർ അല്ലേ. ഇത് ഒരു പോസിറ്റീവ് കിട്ടിയുടെ പീസൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് കാരണം. ഓക്കെ, നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു. ബോർഡ് ഞാൻ ആരുടെയും എന്താ പറയാ റെഫറൻസ് എടുത്തില്ല, എന്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയ ബോർഡാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. പക്ഷെ സാരമില്ല, നമുക്ക് എന്ത് വന്നാലും ബോർഡ് ഉണ്ടാക്കിയല്ലേ മതിയാവൂ. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ കുറെ ആഗ്രഹങ്ങൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട്, അതായത് 2026 നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി. അതെല്ലാം നമുക്കൊന്ന് ഓർഡർ ഉണ്ടോന്നൊന്നും അറിയില്ല, ഇതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. ഓക്കെ, ആക്ച്വലി രുദ്ര ജനിച്ചിട്ട് രുദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡന്റ് എനിക്ക് രുദ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബേബി സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള കത്രികയാണ് കേട്ടോ ഇതായത്. ഓക്കെ, വേറെ കത്രികയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അത് കാണാനില്ല. അപ്പൊ ഇതെന്റെ കയ്യില് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് കിട്ടിയത്. അതാണ്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നത് ചിലപ്പോൾ ഈ ചെറുതായിരിക്കും. വലിയ കത്രികയൊക്കെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ വീടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ അച്ഛനമ്മയ്ക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒക്കെ സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനമ്മയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീടാണെങ്കിലും കുഴപ്പമില്ല, ഒരു വീട് ഉണ്ടായാൽ മതി. നമുക്കൊരു റെന്റ് ഹൗസിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ വീട് കട്ട് ചെയ്തു. ഇനി ഞാൻ കട്ട് ചെയ്യുന്നത്
ഫാമിലിയാണ് കേട്ടോ. ആക്ച്വലി എല്ലാം ഇതിൽ കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോ ഞാൻ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതില് പ്ലേസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെന്ററിൽ തന്നെ ഇത് കൊടുക്കാം. 2026 വിഷൻ ബോർഡ് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം എല്ലാം സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മുടെ വിഷൻ ബോർഡ് നമ്മളൊക്കെ ഒട്ടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ വിഷൻ ബോർഡ്. ഇതിൽ ഇനി കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഏകദേശം കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ പറ്റുന്നത് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യും. കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ അതില് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ശരി. അപ്പൊ 2026 എന്റെ വിഷൻ ബോർഡ് സക്സസ് ആവട്ടെ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുക. ഞാനും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. 2025 പോലെ ആവില്ല, ഞാൻ എന്തായാലും നന്നാവും. അപ്പോ നന്നാവണല്ലോ. നമ്മുടെ അടുത്ത് ഇനി എത്ര വർഷം ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോ നമ്മള് എന്ത് ചെയ്യാ, സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മള് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.